ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന IoT മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2ൻ്റെ അകത്ത് എഞ്ചിനീയറിംഗ് IoT നെറ്റ്വർക്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കമൻറ്റ് തിങ്സ് ഇൻ IoT. നമ്മുടെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുമ്പോൾ അതിൽ തിങ്സ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ മേ ബി നമുക്ക് ചോദിക്കാം അല്ലെ. എന്താണ് തിങ്സ്? തിങ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സ്മാർട്ട് ഒബ്ജക്ട്സ് ആർ any physical objects, things that contain embedded technology. അപ്പോൾ സ്മാർട്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ, അതായത് നമുക്ക് കണ്ണുകൊണ്ട് വിസിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ തിങ്സിനെയാണ് സ്മാർട്ട് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതിനെന്തുണ്ട്? ദാറ്റ് കണ്ടെയ്ൻ എംബഡഡ് ടെക്നോളജി. എംബഡഡ് ടെക്നോളജി അതിന് കൊടുത്തേക്കുവാണ്. എന്തിനാണ്? ഫോർ വാട്ട്? എംബഡഡ് ടെക്നോളജി എന്തിനായിരിക്കും ഈ സ്മാർട്ട് ഒബ്ജക്ട്സിന് കൊടുത്തേക്കുന്നത്? ടു സെൻസ് ഓർ ഇൻട്രാക്ട് വിത്ത് ദെയർ എൻവയോൺമെൻറ്റ് ഇൻ എ മീനിങ് വേ. അതായത് അതിരിക്കുന്ന എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സെൻസ് ചെയ്യാനും ഒരു മീനിങ് വേയിൽ, ജസ്റ്റ് ചുമ്മാ എന്തോ അല്ല, ഒരു മീനിങ് വേയിൽ ഇൻട്രാക്ട് ചെയ്യാനും സെൻസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു എംബഡഡ് ടെക്നോളജി സ്മാർട്ട് ഒബ്ജക്ട്സിന് കൊടുത്തേക്കുവാണ്. ബൈ ബീങ് ഇൻ്റർകണക്റ്റഡ്, ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്തിട്ട് എന്താണ്, അതൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയാണ് അല്ലേ. ബി ഇൻ്റർകണക്റ്റഡ് ആൻഡ് എനേബിളിംഗ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദംസെൽസ് ഓർ ആൻഡ് എക്സ്റ്റേണൽ, ഒരു എക്സ്റ്റേണൽ ഏജൻറ്റുമായിട്ടോ അല്ലെങ്കിൽ എമംഗ് ദംസെൽഫ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ഇൻ്റർകണക്റ്റഡ് ആയിട്ട് ഒരു മീനിങ് വേയിൽ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, സെൻസ് ചെയ്യുന്നു. അങ്ങനെ ഒരു എംബഡഡ് ടെക്നോളജി എന്തിലേക്ക് കൊടുക്കുന്നു? ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുകയാണ്. സോ അതാണ് ആക്ച്വലി എന്ത് തിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്മാർട്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ തിങ്സ് എന്ന് പറയും. അവർക്ക് ഒരു എംബഡഡ് ടെക്നോളജി ഉണ്ട്. എന്തിന്? ടു സെൻസ് ഓർ ഇൻട്രാക്ട് വിത്ത് ദെയർ എൻവയോൺമെൻറ്റ് ഇൻ എ മീനിങ് വേ ബൈ ഇൻ്റർകണക്റ്റഡ് ആൻഡ് എനേബിളിംഗ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദംസെൽസ് ഓർ ആൻ എക്സ്റ്റേണൽ ഏജന്റ്. ഓക്കെ, അവരെങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലെ സെൻസ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? ആ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യും എമംഗ് ദംസെൽഫ് ഓർ ആൻ എക്സ്റ്റേണൽ ഏജന്റ്. ഓക്കെ, ഇതാണ് തിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സം ഓഫ് ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് IoT നെറ്റ്വർക്ക്സ്. IoT നെറ്റ്വർക്ക്സിന്റെ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഏതൊക്കെയാണ്? 3 എണ്ണമാണ് ഉള്ളത്. എന്താണ്? സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ആൻഡ് സ്മാർട്ട് ഒബ്ജക്ട്സ്. ഓക്കെ, സെൻസേഴ്സ് എന്താണ്? നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് സെൻസേഴ്സ് കൊടുക്കുന്നത്. ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുക എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കുക. എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നീട്. ഇപ്പോൾ ആക്ച്വേറ്റേഴ്സ്, ദെൻ സെൻസേഴ്സ് ആൻഡ് നെക്സ്റ്റ് വരുന്നതാണ് സ്മാർട്ട് ഒബ്ജക്ട്സ്. സ്മാർട്ട് ഒബ്ജക്ട്സ് നമ്മളിപ്പോൾ പറഞ്ഞു തിങ്സ്, ആ ഒരു കാര്യമാണ്. ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെയാണ്, തിങ്സിനെയാണ് സ്മാർട്ട് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതിനൊരു എംബഡഡ് ടെക്നോളജി ഉണ്ടാവും. എൻവയോൺമെൻറ്റുമായിട്ട് മീനിങ് വേയിൽ സെൻസ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ അത് ആയിട്ട് ഇൻ്റർകണക്ട് ചെയ്തും കമ്മ്യൂണിക്കേഷൻസ് അവർ തമ്മിലോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റുമായിട്ടോ കമ്മ്യൂണിക്കേഷൻസ് നടത്തിയും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക കഴിവുള്ള ഒബ്ജക്ട്സ്, സ്മാർട്ട് ഫിസിക്കൽ ഒബ്ജക്ട്സിനെ സ്മാർട്ട് ഒബ്ജക്ട്സ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ തിങ്സ് എന്ന് പറയാം. ഓക്കെ, സോ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് IoT നെറ്റ്വർക്ക്? സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് ആൻഡ് സ്മാർട്ട് ഒബ്ജക്ട്സ്. ഈവൻ നിങ്ങളിപ്പോൾ പല ആൻസേഴ്സ് എഴുതുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആൻസർ കുറച്ചും കൂടെ ഒരു ഹെവി ആയിട്ട് തോന്നിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ എവിടെയെങ്കിലും ഒരു സ്മാർട്ട് ഒബ്ജക്ട്സ് തിങ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതി കൊടുക്കാം അല്ലേ. ഇപ്പോൾ എത്രത്തോളം ആൻസർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നോ അത്രയും നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ ചുമ്മാ ചവർ എഴുതി വെക്കണം എന്നല്ല, വെറുതെ അതും ഇതും എല്ലാം എഴുതി വെക്കണം എന്നല്ല, പക്ഷെ നിങ്ങൾ എത്രത്തോളം മാക്സിമം ബെസ്റ്റ് ആക്കി അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് കുറേ പോയിന്റ്സ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറഞ്ഞത്? തിങ്സ്. IoTക്കകത്ത് ഇന്റർനെറ്റ് ഓഫ് തിങ്സിലെ തിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് ഇപ്പോൾ പറയാൻ അറിയാലോ. അപ്പോൾ ഇതാണ് തിങ്സ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ സെൻസേഴ്സ്? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ബേസിക് ഒരു ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ അകത്ത് ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് IoT നെറ്റ്വർക്ക് എന്തൊക്കെയാണ്? സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, സ്മാർട്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു. സെൻസേഴ്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ആർ സെൻസേഴ്സ്? എ സെൻസർ senses some physical quantity and convert the measurement reading into a digital representation. അതായത് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ സെൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്ത് നമുക്ക് തെർമോമീറ്റർ ഉണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ സെൻസ് ചെയ്തെടുക്കുകയാണ്. ആൻഡ് കൺവേർട്ട് ദാറ്റ് മെഷർമെന്റ് റീഡിങ് ഇൻടു എ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു മെഷർമെന്റിനെ എന്ത് ചെയ്യും? ഒരു ഡിജിറ്റൽ റെപ്രസെന്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഒരു മെഷർമെന്റ് റീഡിങ്ങിനെ ഒരു ഡിജിറ്റൽ റെപ്രസെന്റേഷനിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അതാണ് സെൻസേഴ്സ് ചെയ്യുന്നത്. ദ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ഇസ് ടിപ്പിക്കലി പാസ് ടു അനദർ ഡിവൈസ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇൻറ്റു യൂസ്ഫുൾ ഡാറ്റ ദാറ്റ് ക്യാൻ ബി കൺസ്യൂംഡ് ബൈ ഇൻ്റലിജൻറ്റ് ഡിവൈസ് ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ എന്നിട്ട് എന്താ, നമുക്കൊരു ഫിസിക്കൽ ഡാറ്റ ഉണ്ട്. ആ ഒരു ഫിസിക്കൽ ഡാറ്റയെ സെൻസേഴ്സ് സെൻസ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ഡിജിറ്റൽ റെപ്രസെന്റേഷനിലേക്ക് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഡിജിറ്റൽ റെപ്രസെന്റേഷനെ വേറൊരു ഡിവൈസിലേക്ക്
അവർ പാസ് ചെയ്യും. എന്തിനാണ്? ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇൻ യൂസ്ഫുൾ ഡാറ്റ. അപ്പോൾ ആ ഒരു ഇപ്പം നമ്മൾ ഒരു ഫിസിക്കൽ ഡാറ്റ അതിനെ അവർ സെൻസ് ചെയ്ത് ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റി എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ഒബ്ജക്റ്റിലേക്ക് കൊടുക്കും. എന്തിനാണ്? അതിനെ ഒരു യൂസ്ഫുൾ ഡാറ്റയായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യും? അത് ആ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റ ആരായിരിക്കും ഉപയോഗിക്കുന്നത്? ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസ് അല്ലെങ്കിൽ ഹ്യൂമൻസ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിവൈസുകളോ, അതായത് IoT ബേസ് ചെയ്തിട്ടുള്ള ഡിവൈസുകളോ അല്ലെങ്കിൽ ഹ്യൂമൻസോ, ഇവരൊക്കെ ആയിരിക്കും ആ ഒരു യൂസ്ഫുൾ ഡാറ്റേനെ അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം പല റീഡിങ്സ് ആണെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ ഡാറ്റനെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? മനുഷ്യർ അത് ഒരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് അതൊരു മനുഷ്യരിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഡിവൈസ് ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ ഡാറ്റേനെ കൺസ്യൂം ചെയ്ത് അവരുടെ പല റിസർച്ചിലും കാര്യങ്ങളിലും ഒക്കെ അവർ ചെയ്യുന്നു, കാൽക്കുലേഷൻസിലും ഒക്കെ ആ ഒരു ഡാറ്റനെ അവർ യൂസ് ചെയ്യും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, സെൻസേഴ്സ് ക്യാൻ ബി എംബഡഡ് ഇൻ എനി ഫിസിക്കൽ ഒബ്ജക്ട്സ് ദാറ്റ് ആർ ഈസിലി കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ബൈ വയർഡ് ഓർ വയർലെസ് നെറ്റ്വർക്ക്. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എംബഡ് ചെയ്യാം, അല്ലെ? എംബഡഡ് ഇൻ എനി ഫിസിക്കൽ ഒബ്ജക്ട്, ഒരു ഫിസിക്കൽ ഒബ്ജക്ട്സിലേക്ക് നമുക്ക് എംബഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും സെൻസേഴ്സിനെ. ദാറ്റ് ആർ ഈസിലി കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ബൈ വയർ. ഇനി വയേർഡ് അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, ഒരു ഇന്റർനെറ്റിലേക്ക് കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ്. അപ്പോൾ ഒരു വയേർഡ് അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള നെറ്റ്വർക്ക് വെച്ചിട്ട് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ഒബ്ജക്ട്സിലായിരിക്കും എംബഡ് ചെയ്ത് കൊടുത്തേക്കും എന്ത്? സെൻസേഴ്സ്. സോ സെൻസേഴ്സ് ക്യാൻ ബി എംബഡഡ് ഇൻ എനി ഫിസിക്കൽ ഒബ്ജക്ട്സ്. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഒബ്ജക്ട്സിലേക്കായിരിക്കും സെൻസേഴ്സ് എംബഡ് ചെയ്യുന്നത്. അത് ആ ഒരു ഫിസിക്കൽ ഒബ്ജക്ട്സ് എന്ത് ചെയ്യണം? ഈസിലി കണക്റ്റഡ് ടു ദ ഇന്റർനെറ്റ് ബൈ വയേർഡ് ഓർ വയർലെസ് നെറ്റ്. വയേർഡ് അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്ക് വഴി ഇന്റർനെറ്റിലേക്ക് ഈസിലി കണക്ട് ചെയ്യുന്ന ഫിസിക്കൽ ഒബ്ജക്ട്സിലായിരിക്കും സെൻസേഴ്സ് എംബഡ് ചെയ്യുന്നത്. They can interpret their environment and make intelligent decisions. അപ്പോൾ അവർ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സെൻസേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? വാട്ട് ആർ സെൻസേഴ്സ് നോക്കി, ദെൻ തിങ്സ് ഇൻ IoT എന്ന് പറഞ്ഞു, എന്തൊക്കെയാണെന്ന് നോക്കി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ താങ്ക്